കുറേ നാൾ കൂടി ഞങ്ങൾ കസിൻസ് പ്ലാൻ ചെയ്ത് ഒറ്റ മൈൻഡിൽ പോയൊരു ട്രിപ്പിൻ്റെ ഭാഗമാണ് നിങ്ങൾ വീക്ഷിക്കുന്നത്. ഈ ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാവിലെ 3:45 വെച്ച അലാറം വൈകിട്ടത്തേക്ക് ആയിപ്പോയി. ആൻഡ് ദെൻ നിങ്ങളുടെ കസിൻ ഓൾറെഡി നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്യാണ്. എങ്ങനെയിരിക്കും? എൻ്റെ കസിൻ ഒരു പാവമായതുകൊണ്ട് പുള്ളിക്കാരൻ നേരെ വീട്ടിലോട്ട് വന്നു. അവർ മുണ്ടും ഷർട്ടും ഒക്കെ കൊടുത്ത് നേരത്തെ പ്ലാൻ ചെയ്തതായതുകൊണ്ട് ഞങ്ങളും പിന്നെ ഒറ്റ മൈൻഡിൽ അങ്ങോട്ട് ഇറങ്ങി. നേരെ പോയത് പറശ്ശിനിക്കടവ് ടെമ്പിളിലേക്കാണ്. അവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ ഒരു മസാല ദോശയും വടയും, അത് പതിവാണല്ലോ എല്ലാവർക്കും. അപ്പോൾ ഞങ്ങളത് കഴിച്ച് ഞാൻ സാമ്പാർ വിളമ്പി ചേച്ചീൻ്റെ അടുത്ത് രണ്ടാമതും മൂന്നാമതൊക്കെ സാമ്പാറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് അത്രയ്ക്കും സാമ്പാർ ഇഷ്ടമാണ്. എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം സാമ്പാർ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണെന്നുള്ള കാര്യം. അത് കഴിഞ്ഞാൽ പറശ്ശിനിക്കടവ് വരുന്ന എല്ലാവരുടെയും നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് സ്നേക്ക് പാർക്ക് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങളും അങ്ങനെ 50 രൂപ ടിക്കറ്റും എടുത്ത് കയറിയായിരുന്നു. ഇവിടെ വെറൈറ്റി ഓഫ് ഫിഷസ് ഒക്കെ ഉണ്ടായിരുന്നത് നമ്മുടെ മിസ് വേൾഡ് ഒക്കെ. അയ്യോ, ഇതല്ല കേട്ടോ, ഇത് നമ്മുടെ കുരങ്ങൻ ചേട്ടനാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വെറൈറ്റി ഓഫ് സ്നേക്സ് ഉള്ളതാണ്. അതുകൊണ്ടായിരിക്കണം സൂനു പകരം സ്നേക്ക് പാർക്ക് എന്ന് നെയിം ചെയ്തിട്ടുള്ളത്. ഞാൻ വിചാരിച്ചത് ഈ പാമ്പങ്ങാനെ ഇറങ്ങി പുറത്തേക്ക് ഓടിയാലോ എന്നാണ്. എൻ്റെ ദൈവമേ, ജീവനം കൊണ്ട് ഓടാന്നല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ സ്നേക്ക് പാർക്ക് സന്ദർശനം കഴിച്ച് ഞങ്ങൾ നെക്സ്റ്റ് പ്ലാൻ വേറൊരു സ്ഥലത്തേക്ക് പോകാമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാനത് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. ടിൽ ദെൻ ബൈ.